ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റുന്ന നല്ല ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി കളർ മാറേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് കളർ മാറുമ്പോൾ തന്നെ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ്. ഒന്നൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി അത്യാവശ്യത്തിനൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ശേഷം അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. വെള്ളം ചേർക്കാതെ തന്നെ നല്ല രീതിക്ക് നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും. ദേ കണ്ടോ, ഈ രീതിക്ക് ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പം ഒന്നുമില്ല, ചമ്മന്തി റെഡിയായി. ഇനി കടുക് പൊട്ടിക്കുക, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ മൂപ്പിച്ച് ചേർക്കുക. ഇതിൻ്റെ ആവശ്യമില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. കടുക് പൊട്ടിക്കുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ് ഈ ചമ്മന്തി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ.